തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടില്ല. പുതിയ പ്രസിഡന്റിനെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനിച്ചു. മുഖ്യമന്ത്രി എത്തിയ ശേഷമാകും പ്രഖ്യാപനം. PS പ്രശാന്തിന്റെ പ്രവർത്തനം മികച്ചതായിരുന്നുവെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടാൻ വിജ്ഞാപനമിറക്കാനുള്ള ആലോചനയിലായിരുന്നു സർക്കാർ. എന്നാൽ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കാലാവധി നീട്ടി നൽകേണ്ടെന്നാണ് CPM തീരുമാനം. മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ ഇന്ന് ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പുതിയ പ്രസിഡന്റിനെ തീരുമാനിച്ചു. വിവാദങ്ങൾ ഒഴിവാക്കാൻ പൊതുസ്വീകാരനെയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കണ്ടെത്തിയതെന്നാണ് സൂചന. എന്നാൽ പുതിയ പ്രസിഡന്റ് ആരെന്ന് CPM സംസ്ഥാന സെക്രട്ടറി വെളിപ്പെടുത്തിയില്ല. അത് ഗവൺമെന്റല്ലേ തീരുമാനിച്ച് പറയേണ്ടത്, ഞങ്ങളല്ലോ. വേണ്ട, അങ്ങനെ കേൾക്കണ്ട. തീരുമാനിച്ചു. പിന്നെ അത് തീരുമാനം പുറത്തു വരുമല്ലോ. തീരുമാനം പുറത്തു വരും, 2 ദിവസം കൊണ്ട് തന്നെ വരും. ഇനി 14-ാം തീയതി ആകുമ്പോഴേക്ക് അവർ സ്ഥാനം ഏൽക്കേണ്ടിയുണ്ട്. വിദേശ സന്ദർശനത്തിലുള്ള മുഖ്യമന്ത്രി തിരിച്ചെത്തിയ ശേഷമാകും ഔദ്യോഗിക പ്രഖ്യാപനം. ശബരിമല വിവാദങ്ങൾ തിരിച്ചടിയായെന്നാണ് സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ പ്രസിഡന്റ് നിയമനവുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിവാദം ഉണ്ടാകരുതെന്നാണ് CPM തീരുമാനം. ഇതുകൂടി കണക്കിലെടുത്താണ് പുതിയ പ്രസിഡന്റിനെ തീരുമാനിച്ചത്. മീഡിയ 1 തിരുവനന്തപുരം.